ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയുടെ 3-ാമത്തെ അധ്യായം. ആ അധ്യായത്തിൻ്റെ പേര് കർമ്മയോഗം എന്നാണ്. ആ അധ്യായത്തിലൂടെ, കർമ്മയോഗത്തിലൂടെ പരമാത്മാവായ ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് കർമ്മം ചെയ്യേണ്ടുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ്. കർമ്മം ചെയ്യാത്ത ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കർമ്മയോഗത്തിലെ 16-ാമത്തെ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. എന്താണ് പറഞ്ഞത്? അല്ലയോ പാർത്ഥ, ഏതൊരാൾ ഇപ്രകാരം കർമ്മചക്രത്തെ പിന്തുടരുന്നില്ലയോ അവന്റെ ജീവിതം അധർമ്മത്തിലാകുന്നു. അവൻ ഇന്ദ്രിയ വിഷയങ്ങളിൽ രമിക്കുകയും അങ്ങനെ അവന്റെ ജീവിതം നിഷ്പ്രയോജനമായി തീരുകയും ചെയ്യുന്നു. ഇനി 17-ാമത്തെ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ആരാണോ ആത്മാവിൽ തന്നെ രമിക്കുന്നവനും ആത്മമായ ആനന്ദത്തിൽ തന്നെ തൃപ്തി നേടുന്നവനും ആത്മാവിൽ തന്നെ സന്തുഷ്ടനും ആയിരിക്കുന്നത്, അവന് ഇനി ചെയ്യേണ്ടതായി ഒന്നും അവശേഷിക്കുന്നില്ല. അതായത് യസ്ത്വാത് ആത്മരതിരേവസ്യ ആത്മത്യപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ട അസ്തസ്യ കാര്യം ന വിദ്യത്തെ. തസ്യ കാര്യം ന വിദ്യത്തെ. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? കർമ്മവാസന പൂർണ്ണമായി ക്ഷയിച്ചാലേ സ്ഥിതപ്രജ്ഞത്വമെന്ന ലക്ഷ്യം കൈവരൂ. കർമ്മവാസന ക്ഷയിപ്പിക്കുവാനാണ് യജ്ഞരൂപേണ കർമ്മം അനുഷ്ഠിക്കുവാൻ ഭഗവാൻ ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത്. യജ്ഞാനുഷ്ഠാനത്തിന്റെ ലക്ഷ്യം നേടിക്കഴിഞ്ഞ ആൾ പിന്നെ അത് ചെയ്യേണ്ടതില്ല. സ്ഥിതപ്രജ്ഞ ലക്ഷണം ഒന്നുകൂടി വിശദമായി പഠിക്കുക. ഏതെങ്കിലും ഒന്നിൽ രമിച്ചാലും അതിൽ തൃപ്തി വരണം എന്നില്ല. അതുകൊണ്ടാണ് സ്ഥിതപ്രജ്ഞൻ ആത്മതൃപ്തനാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവൻ ആത്മാവിൽ തന്നെ രമിക്കുന്നവനാണ്, അതിൽ ആനന്ദം കണ്ടെത്തുന്നവനാണ്. അതുകൊണ്ട് തൃപ്തി എപ്പോഴും സന്തോഷപൂർവം ആയിരിക്കണം എന്നില്ല. അതുകൊണ്ടാണ് ആത്മന്യേവച സന്തുഷ്ടഃ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ആത്മാവിനെ നേടിയ ആൾക്കും ലോകത്ത് വേറെയും എന്തെങ്കിലും നേടുവാൻ ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ, അതായത് വൈകുണ്ഠപതിയായ ശ്രീഹരിയുടെ ആ വിരാട് പുരുഷന്റെ രൂപം വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, ആ പരംപുരുഷന്റെ രൂപം മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നിനെയും ധ്യാനിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അവന് തൃപ്തിയാണ്. പിന്നെ അവനൊന്നും തന്നെ അവൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടില്ല. നമ്മളിപ്പോൾ വളരെ നമുക്കിഷ്ടമുള്ള ഒരു ആഹാരം അത് നമ്മളിങ്ങനെ കഴിക്കുന്നു, നമുക്ക് വളരെ ഇഷ്ടമാണ്. എപ്പോഴാണ് നമുക്ക് ആ ആഹാരത്തിനോട് വളരെയധികം ഇഷ്ടം തോന്നുന്നത്? നമുക്ക് വല്ലപ്പോഴുമൊക്കെ ആ ആഹാരം കിട്ടുന്നുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ആ ആഹാരത്തിനോട് ഒരു ഇഷ്ടം തോന്നും. പക്ഷേ ആ ആഹാരം ദിവസവും നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടം എന്തു ചെയ്യും? കാലക്രമേണ കുറഞ്ഞു കുറഞ്ഞ് വരും. അതുകൊണ്ടാണ് തൃപ്തി എന്ന് പറയുന്ന ഒരു കാര്യം അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല. എപ്പോഴും തൃപ്തി, സന്തോഷം നൽകില്ല എന്ന് പറയുന്നത്. പക്ഷേ ആത്മാവിൽ ആനന്ദം കണ്ടെത്തുന്നവൻ ആരാണോ അവൻ, അതായത്
അവൻ നമ്മളിപ്പോൾ ധരിച്ചിരിക്കുന്ന ഈ ശരീരത്തെ അല്ല സ്നേഹിക്കുന്നത്. ഒരിക്കലും ജനനവും മരണവുമില്ലാത്ത ആ ആത്മാവിനെ, അതായത് അത് മാത്രമാണ് സത്യം എന്നുള്ള ആ ബോധത്തെ, അതായത് ശരിയായ ഈശ്വര തത്വത്തെ അറിഞ്ഞ ഒരു മനുഷ്യന് അവന് വളരെയധികം തൃപ്തിയാണ്. അവന്റെ തൃപ്തി എന്നും സ്ഥിരമായി നിൽക്കുന്നു. നമ്മൾ ധാരാളം സന്യാസി ശ്രേഷ്ഠന്മാരെ, ശരിയായ സന്യാസി ശ്രേഷ്ഠന്മാരെ കാണാറുണ്ട്. അവർക്ക് ഒന്നിനോടും പ്രത്യേകിച്ച് യാതൊരു താല്പര്യവും കാണുകയില്ല. അവർക്ക് ആഹാരത്തിനോടോ അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങളോടോ വസ്ത്രത്തിനോടോ ഒന്നും താല്പര്യമില്ല. അങ്ങനെയുള്ള ഒരു മഹാത്മാവായിരുന്നു ശ്രീ ശുകൻ, വ്യാസഭഗവാന്റെ പുത്രൻ. വസ്ത്രത്തിനോട് പോലും അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു ശ്രീ ശുകൻ. അങ്ങനെയുള്ള ധാരാളം അവധൂതന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവര് എന്തിനാണ് തൃപ്തി കണ്ടെത്തിയിരിക്കുന്നത്? പരമമായ ആ സത്യത്തെയാണ് അവര് ഉൾക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് തൃപ്തിയാണ്. എനിക്ക് അത് വേണം, ഇത് വേണം എന്നുള്ള ആഗ്രഹം അവർക്കില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, അങ്ങനെ തൃപ്തി കൈവന്ന ഒരു മനുഷ്യന് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നിഷ്കാമമായി കർമ്മം അനുഷ്ഠിക്കുവാൻ ഭഗവാൻ പറയുന്നത്. നമ്മുടെ കർമ്മം അത് യജ്ഞസ്വരൂപമായി, യജ്ഞമായി ചെയ്യുക. ഇതെല്ലാം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ ഭൂമിയിൽ ജനിച്ചു, നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ യാതൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അവന് മോക്ഷമുണ്ടാകുന്നു, ശരിയായ ബുദ്ധി അവനുണ്ടാകുന്നു. എത്രയോ ആളുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒന്നും പ്രതീക്ഷിക്കാതെ അവരുടെ കർമ്മം കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് വേണ്ടത്. ശരിയായ ആ പരമമായ തത്വത്തെ കണ്ടെത്തുകയും അതിൽ ആനന്ദം കൈവരുകയും അതിൽ നമ്മൾ ആനന്ദം അനുഭവിക്കുകയും ചെയ്യണം എന്നാണ് ഇവിടെ ഭഗവാൻ പാർത്ഥന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം നമ്മൾ കർമ്മയോഗത്തിലെ 18ാമത്തെ ശ്ലോകം നോക്കാം.